അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു കൊച്ചിക്കോയ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കൊച്ചിക്കോയ എന്നാണെങ്കിൽ നമ്മുടെ കോഴിക്കോട്ടായിട്ട് ഒരു ട്രഡീഷണൽ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവമ്പഴം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉടച്ചെടുക്കും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിനീരും 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് പശുവിൻ പാലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 10-12 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷുഗർ ഒരുപാട് ആഡ് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടണമല്ലോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. എന്നിട്ട് അവൽ നന്നായിട്ട് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഒരു പാത്രത്തിലോട്ട് ആ ഒരു അവലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ്ചർ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കൈ വെച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.